സൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെന്റ്, ടോയ്ലറ്റ് ടെന്റ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആമസോണിലൊക്കെ. കൂടാരം പോലെ വരും. നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യേണ്ട ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് ടോയ്ലറ്റിന്റെ സ്റ്റൂളൊക്കെ അത് സെപ്പറേറ്റ് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ട്രയൽ ട്രിപ്പിന് പോയ സമയത്ത് തലയാണ, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇനി കം ടു ദിസ്. ഇതിനകത്താണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കണക്ഷൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ടോയ്ലറ്റ്. ഇതും ആമസോണിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ ലിങ്ക് തരാം. ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി. ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കവർ വെച്ചിട്ട് എടുത്ത് കളയാൻ പറ്റുന്നതാണ്. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യാനാണ്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓൾ കേരള ട്രിപ്പിൽ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഓൾ ഇന്ത്യയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ CNG ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. CNG ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് CNG ഫിറ്റ് ചെയ്യും. എന്നിട്ട് അതൊരു സീറ്റാക്കി മാറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ പാറോന് ഇരിക്കണം ബാക്കിൽ. പിന്നെ അതുപോലെ നമുക്ക് വേറെ ആരെങ്കിലും ഇടയിൽ കയറേണ്ടി വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ഇതിൻ്റെ എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇങ്ങനെ നമുക്ക് ഈ സീറ്റ് തന്നെ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വരുത്തിക്കുന്ന രീതിയിലുള്ള ടെക്നിക്കൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേരള ട്രിപ്പിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ്. ഇതിൽ നമ്മൾ എല്ലാ ഡോസിലും സോഫ്റ്റ് ക്ലോസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ എക്സ്ഫ്ലോയുടെ ബാറ്ററി കാണാം. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബാറ്ററി. ഇത് ജസ്റ്റ് നമുക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കാണാം. എക്കോഫ്ലോയുടെ നല്ല വൃത്തിയായിട്ടുള്ള ബാറ്ററിയാണ്. ഇത് ഏകദേശം 5 വർഷത്തോളം വാറണ്ടി ഉണ്ട്. ഈ സാധനം ഇത് ബേസിക് സാധനമാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ഫാൻ, ലൈറ്റൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ നൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഇതിനകത്ത് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. USB ചാർജസ് 2 ഉണ്ട്. പിന്നെ സിഗരറ്റ് ലൈറ്റേഴ്സ് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്താണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടോ, നമ്മൾ തിളക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ മാറുന്നത്. ഇതാണ് കണക്ഷൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിലുണ്ട് ഇതിനകത്ത്. ഇവിടെയും സിഗരറ്റ് ലൈറ്റേഴ്സ്. ഇതാണ് ചാർജ് ചെയ്യേണ്ട പോർട്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് സോളാറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ചാർജ് ആവും. പിന്നെ ഇത് നമുക്ക് കറണ്ട് സ്ലോട്ടിലേക്ക് ഡയറക്റ്റ് എവിടെയെങ്കിലും വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചാർജ് ചെയ്യാം. പിന്നെ ഇത് തന്നെ നമ്മൾ സിഗരറ്റ് ലൈറ്റേഴ്സ് ഈ കാറിലെ ചാർജിങ്ങിൻ്റെ കുത്തുന്ന സാധനം സിഗരറ്റ് ലൈറ്റേഴ്സ് എന്ന് അതിന് പറയാം. അതിലേക്ക് കുത്തിയിട്ട് ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല മെത്തേഡ് 3 ടൈപ്പിലാണ് ഇത് ചാർജ് ചെയ്യാൻ പറ്റുക. നല്ല വൃത്തിയാണ്. ഞാനൊരു ചെറിയ സോളാർ മാത്രം വാങ്ങിച്ചിട്ട് മേളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാനാണ്. നമ്മൾ മേളിൽ വാട്ടർ ടാങ്കിൻ്റെ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഓൾ കേരള ട്രിപ്പിൽ മേളിൽ തന്നെ ചെയ്യുന്നത്. നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ വേറൊരു ഫെസിലിറ്റി താഴ്ന്ന് ചെയ്യാനുള്ള പ്ലാനാണ്. കാരണം വെച്ചാൽ ഒരുപാട് ലോങ് പോകുന്ന സമയത്ത് ആടാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ടേ നമ്മൾ പോകുള്ളൂ. തീമാണ് ഇതിൻ്റെ റെക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടേജ് നമ്മൾ ജസ്റ്റ് നീറ്റ് ആക്കിയിട്ട് അതേ സീറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കുറേ പേര് ബക്കറ്റ് സീറ്റ്സൊക്കെ ആക്കുന്നുണ്ട്. അതൊക്കെ ഓവർ എക്സ്പെൻസിലേക്ക് വരും. നമ്മൾ സാധാ അത് തന്നെ സീറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ അതേ കളർ തീമായിരിക്കും ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഭാഗത്ത് ഗ്രീനിൽ ഒരു കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഇവിടെയാണ് അവീനിങ് ടെൻറ്റ് വെക്കുന്നത്. ഇവിടെ ടെൻറ്റിന് ഒരു ഗ്രീൻ കളർ കോൺസെപ്റ്റിൽ കൊടുക്കാൻ വെച്ചാൽ നമ്മൾ കോയമ്പത്തൂർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ടെൻറ്റായിട്ട് മാറും. അതാകുമ്പോൾ ഈസിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ 2300 സംതിങ് രൂപയ്ക്ക് ആമസോണിലുണ്ട്. ജസ്റ്റ് നമുക്ക് ക്യാമ്പിംഗ് സമയത്ത് ഇങ്ങനെ വലിച്ചിട്ട് ഒരു കമ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടുതരാം. അത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ഇട്ടുതരാം. അപ്പോൾ ഇവിടെ ഈ റിട്രാക്റ്റിംഗ് ഇത് ടെൻറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ടാങ്ക് നമുക്ക് വെളിയിൽ കാണാൻ പറ്റില്ല. ഫുള്ള് ഈ സൈഡ് ഫുള്ള് കവേർഡ് ആവും. പിന്നെ മേളിലൊരു സോളാർ പാനലും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കവറാവും.